എയ്റ്റീസ് 90s കുട്ടികളുടെ ഏറ്റവും വലിയൊരു ടൂറെന്ന് പറയുന്നത് അമ്പലത്തിലെ ഉത്സവം അല്ലെങ്കിൽ കല്യാണം, പിന്നെ അവധിക്കാലത്ത് ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുന്നത്, സ്കൂളിൽ നിന്ന് ആ വർഷത്തിലൊരിക്കൽ പോകുന്ന ഒരു എക്സ്കർഷൻ, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അല്ലേ. ഇന്നത്തെ പോലെ നമ്മൾ അന്നത്തെ കാലത്തൊന്നും ഇന്നത്തെ പോലെ ടൂറോ കാര്യങ്ങളോ ഒന്നും ആരും പോവാറോ കാര്യങ്ങൾ ആ ഒരു രീതിയില്ല. ഇന്നാണ് കുറച്ചും കൂടി ആ ഒരു ഭാഗ്യമൊക്കെ ഇന്നത്തെ കുട്ടികൾക്കാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പക്ഷേ അന്നത്തെ കുട്ടികളുടെ ഭാഗ്യം എന്ന് അത് വേറൊരു രീതിയിൽ തന്നെയാണ് കേട്ടോ. എനിവേ, പക്ഷേ അങ്ങനെ ഇരുന്നാലും ഞങ്ങൾ പാലായിലായിരുന്നു സ്ഥലം. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സിനിമ കാണാനും പിന്നെ പുറത്ത് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു തരുന്നതിനും എല്ലാത്തിനും ഒക്കെ ഒരു ഇഷ്ടമുള്ള അങ്ങനെ ഒരു എന്തായാലും ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ആ ഒരു നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളെ അവർ വളർത്തിയിരുന്നത്. അച്ഛൻ മിലിറ്ററിയിലായിരുന്നുകൊണ്ട് തന്നെ അവധിക്ക് വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ പോവുകയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂർ വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അന്ന് നമുക്ക് പാലായിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്ന എറണാകുളം തന്നെയാണല്ലോ. അപ്പോൾ എറണാകുളം വരും, തൃപ്പൂണിത്തറ പാലസ്, എറണാകുളം, പിന്നെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയൊക്കെ അന്ന് ആ ബോട്ടിലൊക്കെ കയറി പോകുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള ഒരു നൊസ്റ്റാൾജിയ സ്ഥലം തന്നെയാണ് കേട്ടോ. എന്ന് വന്നു കഴിയുമ്പോഴും ഞങ്ങൾ ആ ലീവിന് വന്നു കഴിയുമ്പോൾ വരാറുള്ള ഒരു പ്ലേസാണ്. അപ്പം നമ്മൾ അച്ഛനും അമ്മയുടെയൊക്കെ കൈപിടിച്ച് അങ്ങനെ വന്ന് ഞാനും എൻ്റെ അനിയത്തിയും കൂടിയൊക്കെ വന്നിരുന്ന ആ ഒരു സ്ഥലം പിന്നീട് ഞാനിപ്പോൾ എറണാകുളത്ത് താമസമായി. അതിനുശേഷം കുറേ വർഷമായി. ഇപ്പോൾ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് പിന്നീട് ഞങ്ങൾ കുറേ ആയിട്ട് വരാറുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ വലുതായതിന് ശേഷം കുറേ വർഷങ്ങളായി. അപ്പോൾ ഇത്തവണ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അവരെയും കൊണ്ട് ഈ പറഞ്ഞതുപോലെ അന്ന് അച്ഛനും അമ്മയും കൊണ്ടുവന്ന് ഇന്നിപ്പോൾ ദാ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വാട്ടർ മെട്രോയിലാണ് കേട്ടോ. അന്ന് മറ്റേ ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ടിന് കയറിയിട്ടാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അന്ന് അച്ഛൻ എല്ലാം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നു. ആ വഴികളിലൂടെയൊക്കെ ഇപ്പം നമ്മൾ അവരെ അങ്ങോട്ട് പോകുമ്പോഴുണ്ടല്ലോ, അതൊരു പ്രത്യേക അനുഭവമാണ്. നമ്മളങ്ങനെയൊന്നും നമ്മൾ പറയില്ലേ, വലുതായി കഴിയുമ്പോൾ നമ്മൾ അച്ഛനെയും അമ്മയും അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകും എന്നൊക്കെയുള്ള ഒരാഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞ പോലെ ഞാനും ഇങ്ങനെ എനിക്കത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വലിയ സ്ഥലങ്ങളൊക്കെ ഇന്നത്തെ പറഞ്ഞ ഇതനുസരിച്ച് വലിയ വലിയ സ്ഥലങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പോലും നമ്മൾ നടന്ന വഴികളിലൂടെ അവരുടെ കൂടെ നമ്മൾ കൈയും പിടിച്ച് നടന്ന ആ വഴികൾ പിന്നീട് പോയി കഴിയുമ്പം അതൊരു ഭയങ്കര രസമല്ലേ ആ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പം ഞങ്ങളിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മോളോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെയുള്ളത് പറഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളിങ്ങനെ വരികയായിരുന്നു കേട്ടോ. അന്ന് അവരുടെ നമ്മൾ തത്തിക്കളിച്ച് അവർക്ക് ഇന്നിപ്പോൾ അതാ നടക്കാനൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത്, ഭയങ്കര ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഫോർട്ട് പാരഗണിൽ കയറി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത് ക്രിസ്മസിൻ്റെ ഒരു സമയത്താണ് ഞങ്ങൾ പോയിരുന്നത്. തിരിച്ച് ജങ്കാറിനാണ്. അതും ഒരു ഫസ്റ്റ് അനുഭവമായിരുന്നു കേട്ടോ. ജങ്കാറിനാണ് തിരിച്ച് വീട്ടിലേക്ക്